സുഭാഷും സുധീഷും കൂടെ ഇങ്ങനെ രാത്രി സംസാരിച്ചിട്ട് നടന്നു വരുമ്പോൾ ഗംഗാധരൻ വരുന്നുണ്ട്. ഗംഗാധരൻ വന്നിട്ട് തറവാട്ടമ്പലം എവിടെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുഭാഷ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മാത്രമേ ആ വീട്ടിൽ നല്ല സ്വഭാവമുള്ളൂ, അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് മാത്രം പറയുന്നത്, നീ മാത്രം അമ്പലത്തേക്ക് പോയാൽ മതി, വേറെ ആരും പോകണ്ട, പിന്നെ അമ്പലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുടുംബത്തിൽ ഒരു സ്ഥാനം കിട്ടിയെന്നൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞതും സുഭാഷ് പറയുന്നുണ്ട്, രാവിലെ ചോദിച്ചപ്പോൾ വലിയച്ഛൻ പറഞ്ഞു തന്നില്ലല്ലോ, പക്ഷേ ഇപ്പം എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതിനൊക്കെ ഒരു കാരണമുണ്ട് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നുണ്ട്. അവൻ ഒരു ജോത്സ്യനെ വിളിച്ചിട്ട് പൈസ കൊടുത്തിട്ട് പറയുന്നുണ്ട്, അവിടെ ഇരിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് ഭീഷണിപ്പെടുത്തണം, തറവാട്ടമ്പലവും പറഞ്ഞു കൊടുക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ജോത്സ്യൻ പോയിട്ട് ഗംഗാധരനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, എൻ്റെ പൈതങ്ങൾക്ക് നീ പറഞ്ഞു കൊടുക്കില്ല അല്ലേ, അമ്പലത്തിൻ്റെ കാര്യമല്ലേ, ദൈവത്തിൻ്റെ കാര്യമല്ലേ, നിന്നെ ഞാൻ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് കേട്ടത് ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി തൊഴുതുമൊക്കെ ചെയ്യുന്നുണ്ട് ഗംഗാധരൻ. സുഭാഷ് പറയുന്നുണ്ട്, ചിലപ്പോൾ വലിയച്ഛനെ കൊണ്ട് ദൈവം തോന്നിപ്പിച്ചതായിരിക്കും, ദൈവത്തിൻ്റെ കളി ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്, അതാണ് നമുക്ക് തറവാട്ടമ്പലം പറഞ്ഞു തരാൻ വലിയച്ഛന് തോന്നിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സുധീഷ് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുഭാഷ് അങ്ങനെ വീട്ടിൽ പോയിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, തറവാട്ടമ്പലം എവിടെയാണെന്ന് വലിയച്ഛൻ പറഞ്ഞു തന്നു, അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകുമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, കാലത്ത് ചോദിച്ചപ്പോൾ വലിയച്ഛനൊന്നും പറഞ്ഞു തന്നില്ലല്ലോ, ഇപ്പം എന്താ ഇങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് പറയുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, അത് കേട്ടിട്ട് അതിനൊക്കെ ഓരോ കാരണമുണ്ട് മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്തെങ്കിലും തരികിട ഒപ്പിച്ചോ നിങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഭാസ്കരൻ വരുന്നുണ്ട്. ഭാസ്കരൻ്റെ അടുത്തും പറയുന്നുണ്ട്, നമുക്ക് തറവാട്ടമ്പലത്തിലേക്കൊന്ന് പോകണം, തൊഴുതണം, കാര്യങ്ങളൊക്കെ നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം തറവാട്ടമ്പലം എവിടെയാണെന്ന്, ഇന്ന സ്ഥലത്താണ്, അതിൽ കൂടെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അച്ഛനല്ലേ അറിയില്ല എന്ന് പറഞ്ഞത്, എനിക്കിപ്പോൾ ഓർമ്മ വന്നു, നിങ്ങൾ ചോദിച്ച സമയത്ത് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വരുന്ന സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നികേഷ് ഫോൺ നോക്കിയിട്ട് ബസ് സ്റ്റോപ്പിൽ കണ്ട പെൺകുട്ടിയായിട്ട് ചാറ്റ് നടത്തുന്നത് സുധീഷ് കാണുന്നുണ്ട്. സുധീഷ് കണ്ടിട്ട് ഏതാടാ ആ പെൺകുട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്നെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ചിരിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ നിൽക്കുമ്പോഴേക്കും ആ കുട്ടിയുടെ ചെറിയച്ഛൻ വന്ന് കൂട്ടിയിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധിയും പറയുന്നുണ്ട്, ആ പെൺകുട്ടി ഇവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഇവർ രണ്ടാളും കൂടെ നോക്കി, ആ കുട്ടിക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ട് നികേഷിൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രേമമെന്ന് പറഞ്ഞിട്ട് നടക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഉപദേശിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഹരീഷ് നീതുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, തറവാട്ടമ്പലത്തിലേക്ക് പോകുന്നുണ്ട്, കുറച്ച് ദിവസത്തെ വഴിപാടൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറയുന്നത്. നിധിക്കാണെങ്കിൽ അവരുടെ കൂടെ വരാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഹരീഷിൻ്റെ അടുത്ത് അത് പറയുകയും ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി പോകുന്നത് കൊണ്ട് എനിക്കും വരണമെന്നുണ്ട്, ഞാനും വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണ്ട, നീ വരണ്ട, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ പറയുന്നത്. നമ്മളങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുന്നതും അങ്ങനെ പോകുന്നതൊന്നും ശരിയല്ല, ഇനി നാട്ടുകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും, അതുകൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ തറവാട്ടമ്പലത്തിലേക്ക് കൂട്ടിയിട്ട് പോകാം, അതാലോചിച്ച് നീ ടെൻഷൻ ആവുമെന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.